ഹായ് മക്കളെ, ഡോക്ടർ ബിലാലാണ് ഫ്രം എഡ്യൂപോർട്ട്. ഇന്ന് നിങ്ങൾ ഫിസിക്സ് എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടാകുമല്ലേ? നിങ്ങളിൽ പലർക്കും എക്സാം എളുപ്പമായിരുന്നിരിക്കും, എന്നാൽ പലർക്കും എക്സാം ചിലപ്പോൾ ടഫായ ആളുകളും ഉണ്ടാകും. എളുപ്പമായ ആളുകളോടും ടഫായ ആളുകളോടും എല്ലാം എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മുടെ മുന്നിലുള്ളത് ബയോളജി പരീക്ഷയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ അടക്കം മുഴുവൻ മാർക്ക്, ഒരു സിംഗിൾ ചോദ്യം പോലും മിസ്സാവാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ആ ലെവലിലേക്ക് നമ്മൾ വളരണം. അത് മാത്രമായിരിക്കണം ഇനി നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. എക്സാം സിമ്പിളായ ആളുകൾ ഇതൊക്കെ സിമ്പിളായിരുന്നു, അടുത്തതും സിമ്പിൾ ആകുമെന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടിയെന്ന് വരും. ഇനി അതല്ല, ഇന്നത്തെ എക്സാം ഒരിത്തിരി ടഫായി പോയ ആളുകൾ, ദൈവമേ എൻ്റെ എക്സാം ടഫായല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങ് തോറ്റുപോയല്ലോ, ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചിരുന്നാൽ നിങ്ങളുടെ ബാക്കിയുള്ള എക്സാമുകൾ കൂടെ കുളമാവുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങളുടെ മുന്നിൽ ഇതൊരു ഡു ഓർ ഡൈ ഗെയിമാണ്. നമ്മുടെ അവസാനത്തെ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമ്മൾ പഠിച്ചതിൻ്റെ റിസൾട്ട് തീരുമാനിക്കപ്പെടുന്ന ദിവസം, അതാണ് നമ്മുടെ മറ്റന്നാളത്തെ ബയോളജി പരീക്ഷ എന്ന് പറയുന്നത്. ആ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങുക, അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു മത്സരത്തിലും വിജയിയെ തീരുമാനിക്കുന്നത്, ഏതൊരു മത്സരത്തിലും പരാജയവും വിജയവും തീരുമാനിക്കുന്നത് ഫൈനൽ ലാപ്പിലെ പെർഫോമൻസ് ആണ്. നോക്കൂ, നിങ്ങൾ ആദ്യം എത്ര മുന്നിലാണെങ്കിലും അവസാനം വെച്ച് കലമുടച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല. ഇനി ആദ്യം നിങ്ങൾ എത്ര ബാക്കിലാണെങ്കിലും അവസാനത്തേക്ക് നിങ്ങൾക്ക് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള പണിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. എനിക്കറിയാം, നിങ്ങൾക്ക് നോമ്പ് നോറ്റതിൻ്റെ ക്ഷീണം ഉണ്ടാകും, ചിലപ്പോൾ പരീക്ഷ എഴുതിയതിൻ്റെ എക്സോഷൻ ഉണ്ടാകും. പക്ഷേ ആ എക്സോഷനുകളൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മളൊരു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴാൻ പോവുകയാണ്. നമുക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചി തുരുമ്പ് കയറുണ്ടെങ്കിൽ അതിൽ പിടിച്ചു കയറാൻ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ എഫേർട്ട് എടുക്കൂലേ? നമ്മൾ മരണവും ജീവിതവും കാണുമ്പോൾ എഫേർട്ട് എടുക്കൂലേ? ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കണം. ഞങ്ങൾ പലപ്പോഴും മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അത്ലറ്റിക്സിൻ്റെ പ്രാക്ടീസ് ഉണ്ടാകുമ്പോൾ ഓടി ഓടി കാലിങ്ങനെ തളർന്ന് ഇനി ഒരു അടി ഓടാൻ വയ്യ, കാലിൻ്റെ മസിൽ ഇങ്ങനെ പെരുത്ത് വേദന കയറും, കാഫ് മസിലൊക്കെ ആ വേദന കയറി അവസാനത്തെ റൗണ്ട് ഇങ്ങനെ ആയി പതിയാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു കോച്ചുണ്ട് അനസ്ക്ക് ഉറക്കം ഇങ്ങനെ വിളിക്കും, എടാ ബിലാലെ കയറി വാടാന്നുള്ളൊരു വിളിയുണ്ട്. വാടാ വാടാ വാടാന്ന് വിളിക്കും. ആ ഒരു വിളിയിൽ കാലിലെ വേദന ഞങ്ങൾ മറന്നൊരു ഓട്ടം ഓടാറുണ്ട് അവസാനത്തെ ലാപ്പിൽ. അതുപോലെ നിങ്ങൾ ഓടിക്കയറണം ഈ ഒരു ലാപ്പിൽ മക്കളെ, നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ നമുക്കിനി ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാനില്ല. മുഴുവൻ സമയ എനർജി നോക്ക്. ഇനി ബയോളജി പരീക്ഷ വേറെ വരാനില്ല. ഇനിയൊരു ബയോളജി പരീക്ഷ നിങ്ങളുടെ മുന്നിൽ വരാനില്ല. കഴിഞ്ഞു. ഈ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ എത്ര സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ നമുക്ക് പഠിക്കണം. നോക്കൂ, ലോകത്ത് ഏത് തോറ്റ മനുഷ്യനും, ഏത് ദരിദ്രനും, വീണ് പോയവനും ഉയർത്തെഴുന്നേൽക്കാൻ, ജീവിതം തിരിച്ചു പിടിക്കാൻ, ഉയർന്ന ജീവിതം നേടാൻ ദൈവം ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ തരും, തരാതിരിക്കില്ല. നമുക്കെല്ലാവർക്കും അവസരങ്ങൾ കിട്ടും. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളെ ഓരോന്നോരോന്നായി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതവസരമാണ് നമ്മളെ ആ സക്സസ്സിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ആ ടേണിംഗ് പോയിന്റ് എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോന്നും അവസരമാണ്. ആ ഓരോ അവസരങ്ങളെയും നിങ്ങൾ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ആ ഒരു ബയോളജി എക്സാം നിങ്ങൾ ഇതുവരെ ഒട്ടും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ പ്രോപ്പറായിട്ട് ഒന്നും അറിയില്ലെങ്കിലും കംപ്ലീറ്റ് നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടി ഫുൾ എക്യുപ്ഡ് ആയിട്ട് നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ബയോളജി ടീം സജ്ജമാണ് മക്കളെ. ഞാനും അഖിലും നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും എവറിത്തിങ് നിങ്ങൾക്ക് സെറ്റാക്കി തരും. നോക്കൂ, നിങ്ങൾ ഓൾറെഡി ബയോളജി അത്യാവശ്യം നന്നായി പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടതൊരു സെൽഫ് റിവിഷൻ മാത്രമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടോ ലൈവ് കണ്ടോ കുറേ സമയം കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല. നിങ്ങൾക്ക് ഞങ്ങൾ ഓൾറെഡി തന്ന റിവിഷൻ മെറ്റീരിയൽസ്, നമ്മുടെ കഴിഞ്ഞൊക്കെ ലൈവിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ ഇനി അതുപോലെ തന്നെ ഇനി വീണ്ടും നിങ്ങൾക്ക് ഡയഗ്രാംസും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഒക്കെ ക്വിക്ക് റിവിഷന് വേണ്ടിയുള്ള മെറ്റീരിയലുകൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ തരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി അതും പോരാ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ ഇന്നത്തെ ലൈവ് നിങ്ങൾ എന്തായാലും കണ്ടോളൂ. കാരണം ഇന്നത്തെ ലൈവിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള, നോക്കൂ, ഇപ്പോൾ എന്താ പറയുക, 30 മാർക്ക് സോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ 19 മാർക്കും വരുന്നത് 4 ചാപ്റ്ററിൽ നിന്നാണ്. 19 മാർക്ക് വരുന്നത് 4 ചാപ്റ്റർ പഠിച്ചാൽ മതി. പ്രിൻസിപ്പിൾസ്, മോളിക്കുലാർ ബേസിസ്, ഹ്യൂമൻ ഹെൽത്ത്, എവല്യൂഷൻ, ആ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്. അതുപോലെ അഖിൽ സാറിൻ്റെ വളരെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായി തോന്നുന്ന ചാപ്റ്റേഴ്സും മുഴുവൻ നമ്മളതിലെ എല്ലാത്തരം ക്വസ്റ്റ്യൻസും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് അതാണ് നമ്മുടെ ഇന്നത്തെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്. അത് കഴിഞ്ഞ് നാളെ, ഇന്ന് നമ്മൾ 7 മണി എന്നാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്, 7:30 മണിക്കാണ് കേട്ടോ, ഐ എം സോറി,
ഇതിനകത്തുള്ളൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. 7:30 മണിക്കാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നാളെ നിങ്ങൾ ഇരുന്ന് ആ ഒരു ലൈവ് കഴിഞ്ഞ് നാളെ പകൽ മുഴുവൻ നിങ്ങൾ ഇരുന്ന് പഠിച്ചോ. നോമ്പിൻ്റെ ക്ഷീണമൊന്നും ബാധിക്കരുത്. എടാ ഞങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ നോമ്പിന് നല്ല ക്ഷീണം വരും. പക്ഷെ ഒരു ക്ഷീണവും ബാധിക്കാതെ ആ ഒരു എനർജിയിൽ പഠിച്ചതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വെറുതെ പലരും യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട് ഓൺലൈൻ ക്ലാസ്സിലിരുന്ന് വായ്ത്താളം അടിച്ചാൽ പോരെ സാറുമാരെ നിങ്ങൾക്കൊക്കെയെന്ന്. അങ്ങനെ വായ്ത്താളം അടിച്ച ആൾക്കാരൊന്നുമല്ല. നന്നായി പഠിച്ച് ഇതൊക്കെ നല്ല മാർക്ക് വാങ്ങിയും നല്ല റാങ്ക് വാങ്ങിയും മെനക്കെട്ട് ജീവിതത്തിൽ തെളിയിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാറുണ്ട് കൊണയടിക്കാന്ന്. ആ കൊണയടിക്കുന്നത്. അപ്പോൾ ഇന്ന് 7:30 മണി മുതൽ ഉള്ള ലൈവ് നിങ്ങൾ കണ്ട് ഈ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് മാർക്ക് വരുന്ന മുഴുവൻ ചാപ്റ്റേഴ്സ് സെറ്റാക്കി നമ്മൾ തരും. അതിനുശേഷം നാളെ പകൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നു. എന്നതിന് ശേഷം നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മൾ നമ്മുടെ പ്രഡിക്ഷൻ 60 ലൈവ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ലൈവ് കൂടെ അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത്രയും വീണ്ടും കോൺഫിഡൻസിൻ്റെ ലാക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, കാണാം. നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ പഠിപ്പിച്ചിരും. ആ ഒരു ലൈവ് കണ്ട് പിന്നെ മറ്റന്നാൾ രാവിലെയുള്ള നമ്മുടെ റോക്കറ്റ് റിവിഷൻ ലൈവുകൾ കൂടെ കണ്ട് നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് അടുത്ത പരീക്ഷ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ നമ്മുടെ +1 ഫോളോ ചെയ്ത കുട്ടികളാണ്. +1 ഞങ്ങൾ പറഞ്ഞു ഇത് പഠിച്ചാൽ മതി കിട്ടുമെന്ന്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറയുന്നത് ഫുൾ മാർക്ക് കിട്ടാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. കഴിഞ്ഞ എക്സാമിന് മോഡൽ എക്സാമിന് നിങ്ങളത് കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതേ വന്നുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നിങ്ങൾ +2 കഴിഞ്ഞു പോയ സീനിയേഴ്സിനെ അവരോട് ചോദിക്കാം. അവർക്കൊക്കെ നമ്മൾ കൊടുത്തത് അവരെ രക്ഷിച്ചിട്ടുണ്ട്, അവരെ മാർക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു ട്രസ്റ്റാണ് നമുക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ഫോളോ ചെയ്യുക. നമുക്കൊന്നിച്ച് ഈ എക്സാം അടിച്ചു പൊളിക്കാം. അപ്പോൾ നമുക്ക് ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് കാണാം. അതുവരെ